നമസ്കാരം. ഇപ്പോൾ ടാറ്റയുടെ കേന്ദ്രങ്ങളായ സുഡിയോ ഔട്ട്ലെറ്റുകളെ ബഹിഷ്കരിക്കുന്ന നടപടിയുമായി വിവിധ മത തീവ്രവാദ സംഘടനകൾ രാജ്യം മുഴുവൻ വലിയ പ്രക്ഷോഭം നടത്തുകയാണ്. ഡൽഹിയിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഒപ്പം തന്നെ സുഡിയോയുടെ വിവിധ ഔട്ട്ലെറ്റുകൾ, രാജ്യത്തെമ്പാടുമുള്ള ഔട്ട്ലെറ്റുകളിൽ ബഹിഷ്കരണാഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന ഈ മത തീവ്രവാദ സംഘം ഇപ്പോൾ അഴിഞ്ഞാടുന്നത്. പക്ഷേ സുഡിയോയിലെ തിരക്കിന് കുറവൊന്നുമില്ല. സ്റ്റുഡിയോ മുൻപത്തേക്കാൾ ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തു. ₹1 പോലും പരസ്യത്തിനായി മുടക്കാതെ സുഡിയോ എന്നുള്ള സ്ഥാപനത്തിന്, ടാറ്റയുടെ ഈ വസ്ത്ര വ്യാപാര ഔട്ട്ലെറ്റിന് കിട്ടിയ പ്രശസ്തിയെക്കുറിച്ച് ഈ മണ്ടന്മാരായ ഈ മത തീവ്രവാദികൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ₹1 പോലും മുടക്കാതെ വലിയ പ്രചരണമാണ് സ്റ്റുഡിയോയ്ക്ക് ലഭിച്ചത്. സ്റ്റുഡിയോ ടാറ്റയുടേതാണ് എന്ന് പോലും അറിയാൻ വയ്യാത്തവർ ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് തെരഞ്ഞു പിടിച്ച് വിവിധ ഷോറൂമുകളിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 3 ദിവസം കൂടുമ്പോൾ ഒരു സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് തുറക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ദിവസം തന്നെ 2 or 3 ഔട്ട്ലെറ്റുകൾ തുറക്കേണ്ട അവസ്ഥയിലേക്ക് ടാറ്റയെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ മത ഭീകരവാദികളുടെ ഈ സമരമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മാത്രമല്ല, ഇതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഇത് എത്ര അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് ടാറ്റയുടെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പായ ടാറ്റയുടെ ഒരു ഔട്ട്ലെറ്റിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾ നാളെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് എതിരെ തിരിഞ്ഞാൽ, സമരം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര അപകടാവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും പൊതുസമൂഹവും ആലോചിക്കേണ്ട വിഷയമാണ്. ഈ ഒരു അവസരത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനും നിയമജ്ഞനും ഒക്കെയായി നിരവധി ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ വ്യക്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന അഡ്വക്കേറ്റ് MR അഭിലാഷ് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടു. അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം വളരെയധികം നമ്മൾ പരിശോധിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അഭിലാഷ് എഴുതുന്നു, ഇസ്രായേലുമായി പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരിച്ചാൽ നാളെ നിങ്ങൾ ഇന്ത്യയെ ബഹിഷ്കരിക്കുമോ? അതായത് വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നയതന്ത്ര പ്രതിരോധ രംഗത്തൊക്കെ തന്നെ വലിയ സഹകരണമുണ്ട്. അപ്പം ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സഹകരണം ഉണ്ടായാൽ നിങ്ങൾ ഇന്ത്യയെ തന്നെ ബഹിഷ്കരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അഡ്വക്കേറ്റ് അഭിലാഷ് ചോദിക്കുന്നത്. ഇത് കൊടിയ രാജ്യവിരുദ്ധതയുടെ എളിയ തുടക്കമാണ്. കൊടിയ രാജ്യവിരുദ്ധത നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് എതിരെ തിരിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ്. അത് ചെറിയ തുടക്കമാണെങ്കിൽ പോലും അത് അത്യന്തം അപകടകരമാം വിധം ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാട്ടുന്നു അഭിലാഷ്. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്, അകറ്റി നിർത്തുക അല്ലെങ്കിൽ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡിയോയുടെ ഒരു പോസ്റ്റർ നൽകിക്കൊണ്ട് അഭിലാഷ് ഈ ചെറിയ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പ്രാപ്തമായ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ തുടക്കമാണ്. അനാവശ്യമായ ഒരു പ്രതിഷേധം. അതായത് ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ഉള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുടെ പിന്തുണ ടാറ്റയോ മറ്റ് സംവിധാനങ്ങളോ കൊടുത്തു എന്ന് വിചാരിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രീതിയിലേക്ക് ടാറ്റ എത്തി എന്ന നിലയ്ക്കുള്ള തെറ്റായ പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല, ഇതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇവിടെ സമരം ചെയ്യുന്നത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റും ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ആരോ ചോദിക്കുന്നു എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ TCS എന്ന സോഫ്റ്റ്വെയർ, TCS എന്നത് ടാറ്റയുടെ ഒരു വിഭാഗമാണ്, അതിന്റെ പേരാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അപ്പൊ TCS എന്ന സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിന്റെ പേരെങ്ങനെയാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. TCS എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് ടാറ്റ ചെയ്യുന്നത്, അതിനെതിരായ സമരമാണ് എന്നാണ് മറുപടി. അപ്പം എത്രമാത്രം ബുദ്ധിശൂന്യതയാണ്, വിവേകമില്ലായ്മയാണ് ഈ സമരക്കാർ കാണിക്കുന്നത്, ഈ പ്രതിഷേധക്കാർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേറെ ഉദാഹരണമൊന്നും വേണ്ട. അപ്പം അത്രയ്ക്ക് നാറിയ പരിപാടി കാണിച്ച് ഒരു രാജ്യവിരുദ്ധതയുടെ ഒരു സമരമുഖമാക്കി ഇതിനെ മാറ്റുക. അതായത് ഇവിടെ പലപ്പോഴും പലതും ഇത്തരത്തിലുള്ള വലിയ കലാപങ്ങളായി മാറാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് CAA NRC വിരുദ്ധ കലാപം തന്നെ. അതായത് ഇവിടുന്ന് മുസ്ലിങ്ങൾ നാടുവിടേണ്ടി വരും, ഇവിടുന്ന് മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് നാട് കടത്തും എന്ന് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ പരത്തിക്കൊണ്ടാണ് സമരം മുഖം തുറന്നത്. അത് അന്നത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെയും ഒക്കെ തന്നെ കഴിവും ഒക്കെ കൊണ്ടാണ് അത് വലിയ കലാപമായി രാജ്യം മുഴുവൻ പടരാതിരുന്നത്. ഇതിപ്പോൾ കൃത്യമായ ഇന്ത്യ വിരുദ്ധത, രാജ്യവിരുദ്ധത, രാജ്യവിരോധം, രാഷ്ട്രവിരോധം, രാജ്യശത്രുതയാണ് ഈ പ്രതിഷേധക്കാർ കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് അവർ എത്താനുള്ള സാധ്യത, രാജ്യവിരുദ്ധത സമ്പൂർണ്ണമാക്കാനുള്ള ഒരു സാധ്യത കൂടി, അപകടകരമാം വിധമുള്ള ഒരു സാധ്യത കൂടിയാണ് MR അഭിലാഷ് ഈ ഒരു പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്.
അദ്ദേഹം ഡൽഹിയിൽ കാലങ്ങളായി താമസിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്, അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പൾസ് കൃത്യമായി തന്നെ, അതിൻ്റെ ഒരു പരിച്ഛേദം കൃത്യമായി അറിയാം. അദ്ദേഹം ചിന്തിക്കുകയും അതുപോലെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ യുക്തിയുണ്ട്, കൃത്യമായ പരിശോധനയുണ്ട്, കൃത്യമായ പഠനമുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡിയോയ്ക്കെതിരായ സമരം, ടാറ്റയ്ക്കെതിരായ സമരം രാജ്യത്തിന് എതിരായ സമരമായി മാറാനുള്ള വിദൂരമല്ലാത്ത സാധ്യത കൂടിയാണ് അഡ്വക്കേറ്റ് MR അഭിലാഷ് ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്.